പിറകിൽ നിന്ന് വലിക്കാൻ, കൂട്ടത്തിൽ നിന്ന് വലിക്കാൻ ശ്രമിക്കുന്നവരും. ഞാൻ പിന്നെയും പറയുന്നു, അവരേത് മരപ്പൊത്തിൽ ഒളിച്ചു നിന്ന് ചെയ്താലും ഈ സമുദായം അങ്ങയുടെ കൂടെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന്, അതാണ് അങ്ങേക്കുള്ള ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ അവാർഡ് എന്ന് തങ്ങളോട് ഒരിക്കലൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്നാൽ സ്വന്തം സമുദായത്തിനകത്ത് നിന്ന് സമുദായത്തിന്റെ ഉപ്പും ചോറും തന്നെ തിന്ന് തങ്ങളെ അങ്ങ് ഇകഴ്ത്തിക്കളയാമെന്ന് വിചാരിച്ചു ഇറങ്ങി പുറപ്പെട്ടവരോട് ഒരു കോംപ്രമൈസ് ഇല്ലാതെ സമുദായം പ്രതികരിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. വാക്കുകളെക്കാൾ വാചാലമാകുന്ന കർമ്മങ്ങൾ കൊണ്ട് മലയാളിയുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നയാളാണ് ആദരണീയനായ നമ്മുടെ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് സലാംക്കൊക്കെ അവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ രാഷ്ട്രീയമായി നേതൃത്വം കൊടുത്ത ഒരു കാലയളവിലെ തങ്ങൾ നിർവഹിക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ വലിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു. ഏറ്റവും അവസാനം ഈ ഗവൺമെന്റ് വരുമ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള ജാഗ്രതയെക്കുറിച്ച് ഷംസുവും പറഞ്ഞു. ഞാൻ ഓർക്കുന്നത് അതൊന്നുമല്ല. ഒരുപക്ഷെ പാണക്കാട് കുടുംബത്തിനെതിരെ ആസൂത്രിതമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ, ആക്രമണങ്ങൾ ഒരുപാട് കാലത്തും നടന്നിട്ടുണ്ട്. ആ അതിക്രമങ്ങൾ ഒരു പരിധിവരെയൊക്കെ MSFന്റെ കാലം മുതൽ കണ്ട ഒരാളാണ് ഞാൻ. പക്ഷെ ഏറ്റവും ശക്തമായി, അതിശക്തമായ വിധത്തിൽ, എന്നാൽ ആധുനിക ടെക്നോളജിയെ എല്ലാ തരത്തിലും ഉപയോഗിച്ച് ഒരു പോസ്റ്റ് ട്രൂത്ത് കാലത്ത് ഇത്രയേറെ ആക്രമണം നേരിട്ട മറ്റൊരു നേതാവും ഉണ്ടാവില്ല എന്നുകൂടെ ഞാൻ ഓർമ്മിക്കുകയാണ്. സമുദായത്തിനകത്ത് നിന്നുകൊണ്ട് സമുദായത്തിനകത്ത് തങ്ങൾ വഹിക്കുന്ന ഒരു പദവിയെ എങ്ങനെ ഇകഴ്ത്താൻ കഴിയുമെന്ന് അതിനകത്ത് തന്നെ ഇരുന്ന് തങ്ങളാൽ കഴിയുന്ന എല്ലാ കുൽസിത പ്രവർത്തനങ്ങളും നടത്തിയ ഒരു കൂട്ടം ആളുകളെ കൂടി തൂത്തെറിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനകരമായ സന്തോഷമുണ്ട്. തങ്ങള് നയിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ പ്രത്യേകതയുണ്ട്. അത് ഈ നാട്ടിലെ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെയുള്ള നല്ല വഴികൾ തന്നെയാണ്. പക്ഷെ തങ്ങൾ കുടുംബം പാലിക്കുന്ന അതീവ ജാഗ്രത മറ്റൊന്നുകൂടിയുണ്ട്. അത് മറ്റൊരു സമൂഹമോ സമുദായമോ രാഷ്ട്രീയ പാർട്ടിയോ അപകടകരമായ വിധത്തിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള ചില പരിശ്രമങ്ങൾ നടത്താറുണ്ട്. പലപ്പോഴും തങ്ങൾ കുടുംബം ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തം അതാണ്. അവരെ നോക്കുമ്പോഴാണ് ഈ സമുദായത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് പലരും പുറകോട്ട് പോകുന്നത്. എന്നാൽ സ്വന്തം സമുദായത്തിനകത്ത് നിന്ന് സമുദായത്തിന്റെ ഉപ്പും ചോറും തന്നെ തിന്ന് തങ്ങളെ അങ്ങ് ഇകഴ്ത്തിക്കളയാമെന്ന് വിചാരിച്ചു ഇറങ്ങി പുറപ്പെട്ടവരോട് ഒരു കോംപ്രമൈസ് ഇല്ലാതെ സമുദായം പ്രതികരിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. തങ്ങൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾക്കും UDF സ്ഥാനാർത്ഥികൾക്കും കൊടുത്ത വോട്ടാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം. കാരണം ആ പ്രതീക്ഷയിലാണ് പലരും പെരുമാറിയത്. ഇതോടുകൂടി അങ്ങ് അവസാനിപ്പിച്ച് കളയാമെന്നാണ് വിചാരിച്ചത്. ഞാൻ ബഹുമാനപ്പെട്ട താങ്കളോട് പറഞ്ഞു, താങ്കൾ ഒരിക്കൽ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, ഷാജി ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കുകയാണ്, അപ്പൊ പിന്നെ ചെറിയ കോംപ്രമൈസുകളൊക്കെ ആവാലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോവാലോ. ഞാൻ താങ്കളോട് പറഞ്ഞു, തങ്ങളെ ആത്മാർത്ഥമായിട്ട് ജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ ഒരാള് ബഹുമാനപ്പെട്ട തങ്ങൾ മാത്രമായിരിക്കും. അവിടേക്ക് മാത്രം പോകാൻ എനിക്ക് താല്പര്യമുള്ളൂ. ഏതായാലും വേറെ എവിടെയും പോയി നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് താങ്കളോട് പറഞ്ഞു. ഞാൻ പറയണത് അതിൽ കാണിക്കുന്ന ഒരു നേരുണ്ട്. ഇതാണ് സത്യമെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇവിടെയാണ് നിൽക്കേണ്ടത് എന്ന് പറയുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു മുഖമുദ്രയാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കൂടെ യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ.
അന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. തങ്ങൾക്ക് നിലപാടുകൾ വളരെ കണിശമാണ്. സംഗതി ചിരിയും കളിയും തമാശയൊക്കെ തങ്ങന്മാരുടെ കൂട്ടത്തിൽ തങ്ങൾക്കുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ ആ ചിരി നിലപാടുകൾ വിട്ടുള്ള ചിരിയല്ല എന്നും, ആ തമാശ നിലപാടുകളിൽ കടുകിട വീഴ്ച വരുത്തുന്ന തമാശയല്ലെന്നും അദ്ദേഹത്തിന്റെ ഓരോ സമീപനങ്ങളിലും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ അവാർഡ് തങ്ങളുടെ നിലപാടുകൾക്ക് കൂടിയുള്ള ഒരു അവാർഡാണ് എന്നാണ് ഞാൻ ഉറച്ചു വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത്. ഒരു കാര്യം കൂടെ ബഹുമാനപ്പെട്ട തങ്ങളുടെ അനുയായികളായി നിൽക്കുന്ന ആളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ തങ്ങളോട് പറയുന്നു. സമുദായത്തിന് ഗുണകരമാണ്, അത് ഈ സമൂഹത്തിന്റെ നിലനിൽപ്പിന് ഗുണകരമാണ് എന്ന അങ്ങേക്ക് ഉറപ്പുള്ള കാര്യങ്ങളിൽ ഏതൊക്കെ തരത്തിൽ പിറകിൽ നിന്ന് വലിക്കാൻ ശ്രമിച്ചാലും, ഏതൊക്കെ തരത്തിൽ അങ്ങയെ നിരാശപ്പെടുത്താൻ ശ്രമിച്ചാലും, ഒരു കോട്ട പോലെ, ഈ അവാർഡല്ല, ഒരു കോട്ട പോലെ അങ്ങയുടെ ചുറ്റും ഞങ്ങളെല്ലാവരും ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞാൻ അങ്ങേക്ക് തരുന്നത്. ഒന്നിന്റെ പേരിലും അന്യായമായി കോംപ്രമൈസ് ചെയ്യേണ്ടതില്ല. സമൂഹത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിറകിൽ നിന്ന് വലിക്കാൻ, കൂട്ടത്തിൽ നിന്ന് വലിക്കാൻ ശ്രമിക്കുന്നവരും, ഞാൻ പിന്നെയും പറയുന്നു, അവരേത് മരപ്പൊത്തിൽ ഒളിച്ചു നിന്ന് ചെയ്താലും ഈ സമുദായം അങ്ങയുടെ കൂടെയാണ് ഉറച്ചു നിൽക്കുന്നത് എന്ന്, അതാണ് അങ്ങേക്കുള്ള ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ അവാർഡ് എന്ന് തങ്ങളോട് ഒരിക്കലൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഈ അവാർഡ് നൽകാൻ, അവാർഡുകൾ താങ്കൾക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അവാർഡുകൾ. പക്ഷെ ഈ അവാർഡിന് 2-3 പ്രത്യേകതയുണ്ട്. ഒന്ന് ഈ തെരഞ്ഞെടുത്ത കാലം, മറ്റൊന്ന് അവാർഡ് ആരുടെ പേരിലാണോ കൊടുക്കുന്നത് എന്നത്. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്ന മഹാമനുഷ്യന്റെ പേരിലാണ് ഈ അവാർഡ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് നൽകുന്നത് എന്നതിന്റെ ഒരു സന്തോഷം കൂടെ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട താങ്കൾക്ക് കേരളത്തിന്റെ ഈ രാഷ്ട്രീയത്തിൽ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലും ഇതുപോലെ കരുത്തോടുകൂടി മുമ്പോട്ട് പോകാൻ കഴിയുമാറാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും സലാം ഷംസൊക്കെ പറഞ്ഞ പോലെ അള്ളാഹു ദീർഘമായ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക്, നമ്മുടെ നേതാവിന് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ജയ് ഹിന്ദ്.